ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ. നമസ്കാരം, പോസിറ്റീവ് വിങ്സ് ടു സക്സസിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം അങ്ങേയറ്റം ഭയപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരു പക്ഷേ ഒരു രോഗവിവരം അറിഞ്ഞപ്പോഴാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും നമ്മെ വിട്ടുപിരിഞ്ഞപ്പോൾ, അതുമല്ലെങ്കിൽ സാമ്പത്തികമായി നാം തകർന്നുപോയ ഒരു നിമിഷത്തിൽ. ആ സമയങ്ങളിൽ ലോകം മുഴുവൻ നമുക്ക് ചുറ്റും ഇടിഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി എന്ത് എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജനത ഇതേപോലെ ഭയത്തിലും പ്രവാസത്തിലും ഇരുന്നപ്പോൾ ദൈവം അവർക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. അത് ഇന്നും നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ഐസയ 41:10. അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഈ 10 മിനിറ്റ് നാം ചിലവഴിക്കുന്നത് ഈ വചനത്തിലെ ഓരോ വാക്കുകൾക്കും നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാൻ കഴിയും എന്ന് പഠിക്കാനാണ്. നമുക്ക് ആദ്യം ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ ഒരു വാക്യത്തിൽ 5 പ്രധാനപ്പെട്ട ഉറപ്പുകളാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഇത് വെറുമൊരു സാന്ത്വനമല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന ഒരു കരാറാണ്. നാം ഒറ്റയ്ക്കല്ല എന്ന സത്യം അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഭയം പടിയിറങ്ങി പോകുന്നത്. ഈ ലോകത്തിലെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനം അവന്റെ സാന്നിധ്യത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? നമുക്ക് ചുറ്റും ഭയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം എന്നത് ദൈവം നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കാരണങ്ങളെക്കാൾ വലിയൊരു സാന്നിധ്യം നിന്റെ കൂടെയുണ്ട് എന്നാണ് അവൻ ഓർമ്മിപ്പിക്കുന്നത്. ഇരുട്ടത്ത് നടന്നു പോകുന്ന ഒരു കുട്ടിക്ക് തന്റെ പിതാവിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടിനെ ഭയപ്പെടേണ്ടി വരില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയും. നാം കടന്നു പോകുന്നത് മരണനിഴലിൽ താഴ്വരയിലൂടെ ആണെങ്കിൽ പോലും അവന്റെ വടിയും കോലും നമുക്ക് ആശ്വാസമായി കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ കവചം. അടുത്തതായി നാം വായിക്കുന്നത്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നാണ്. ചുറ്റുമുള്ള പ്രതിസന്ധികൾ കൊണ്ട് നാം പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ശ്രദ്ധ അവനിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ അവൻ ഒരു ഉടമസ്ഥാവകാശമാണ് കാണിക്കുന്നത്. നാം അനാഥരല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആള് നമ്മെ വ്യക്തിപരമായി അറിയുന്നു. നമ്മുടെ പേര് അവന്റെ ഉള്ളം കൈയിൽ കൊത്തിയിരിക്കുന്നു. നീ ആരുമില്ലാത്തവനല്ല, നീ ദൈവത്തിന്റെ സ്വന്തമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭ്രമങ്ങളെയും മാറ്റിമറിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ സാഹചര്യങ്ങളെ നോക്കാതെ ആ സാഹചര്യങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ദൈവത്തെ നോക്കാൻ നാം ശീലിക്കണം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്ന 3ാമത്തെയും 4ാമത്തെയും ഉറപ്പിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിലെ ബലഹീനതകളെ നമുക്കറിയാം. ചിലപ്പോൾ രോഗം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായ തളർച്ച കൊണ്ടായിരിക്കാം നാം വീണു പോകുന്നത്. നാം സ്വയം ശക്തരാകാനല്ല ദൈവം പറയുന്നത്, മറിച്ച് അവൻ നമ്മെ ശക്തീകരിക്കുമെന്നാണ്. നമ്മുടെ പരിമിതികൾ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഒരു തടസ്സമല്ല, മറിച്ച് നമ്മുടെ ബലഹീനതയിലാണ് അവന്റെ ശക്തി പൂർണ്ണമായി വിളങ്ങുന്നത്. സഹായത്തിനായി നാം മനുഷ്യരുടെ അടുത്തേക്ക് ഓടുമ്പോൾ അവർ ചിലപ്പോൾ നമ്മെ കൈവിട്ടേക്കാം. എന്നാൽ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കുമെന്നാണ്. അവൻ സമയത്തിന് സഹായിക്കുന്ന ദൈവമാണ്. അല്പം വൈകിയെന്ന് നമുക്ക് തോന്നിയാലും കൃത്യസമയത്ത് അവൻ തന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ എത്തിക്കും. ഈ വചനത്തിലെ അവസാന ഭാഗം ഏറ്റവും മനോഹരമാണ്. എന്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്താണ് വിജയകരമായ വലങ്കൈ? ബൈബിളിൽ വലങ്കൈ എന്നത് ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതീകമാണ്. ദൈവം നമ്മെ വെറുതെ ഒരു കൈ കൊണ്ടല്ല താങ്ങുന്നത്, അവന്റെ കരുത്തുള്ള ശക്തിയുള്ള വലങ്കൈ കൊണ്ടാണ്. നാം തെന്നി വീഴാൻ പോകുമ്പോൾ നമ്മെ മുറുകെ പിടിക്കുന്ന ആ കൈ അദൃശ്യമാണെങ്കിലും അത് സത്യമാണ്.
എത്ര വലിയ തിരമാലകൾ വന്നാലും ആ വലങ്കൈ നമ്മെ താങ്ങി പിടിച്ചിരിക്കുന്നിടത്തോളം കാലം നാം മുങ്ങിപ്പോകില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാരം മുഴുവൻ അവനിൽ ഏൽപ്പിച്ച് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ ഹൃദയം ഭയം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? എങ്കിൽ ഈ വചനം മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങളെ താങ്ങും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറിപ്പോകും എന്നല്ല ദൈവം പറയുന്നത്, മറിച്ച് ആ പ്രതിസന്ധികൾക്കിടയിലും അവൻ നിങ്ങളെ വഴി നടത്തും എന്നതാണ്. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം പകരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ ഭയത്തിലും വിഷമത്തിലും കഴിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ദൈവത്തിന്റെ ഈ വാഗ്ദാനം അവരിലേക്കും എത്തട്ടെ. ഏവർക്കും നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.